ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വളരെ സുപരിചിതമായ ഒരു വേദഭാഗത്തു നിന്നും ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. പുതിയതായ ചിന്തകളല്ല എങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെ നാം ഓർത്തിരിക്കുന്നത് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ പുതുക്കത്തിന് നല്ലതായിരിക്കും. നമുക്ക് രൂത്തിന്റെ പുസ്തകത്തിൽ നിന്നും ചില കാര്യങ്ങൾ ചിന്തിക്കാമെന്നാണ് വിചാരിക്കുന്നത്. രൂത്തിനെ കുറിച്ചുള്ള അഥവാ അവളുടെ സ്വഭാവത്തെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. നമുക്കറിയാം, രൂത്ത് ഒരു മോവാബ്യ സ്ത്രീയായിരുന്നു. അവൾ നവോമിയുടെ മകനായ മഹ്ലോന്റെ ഭാര്യയായിരുന്നു. എന്നാൽ അവൾ ഒരു വിധവയായി തീർന്നു. അവളുടെ അമ്മായിയമ്മ ഒരു യഹൂദ സ്ത്രീയായിരുന്നു. അവരുടെ പേർ നവോമി. ആ കുടുംബത്തെക്കുറിച്ച് വിവരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഭർത്താവും 2 ആൺമക്കളും മരിച്ചുപോയി. വിധവമാരായ 2 മരുമക്കളും വിധവയായ ഒരു അമ്മയും. ആ കുടുംബത്തിന്റെ അവസ്ഥ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഈ അമ്മായിയമ്മയിലുണ്ടായ ഒരു മാറ്റമാണ്, അഥവാ അവൾ എടുത്ത ഒരു നല്ല തീരുമാനമാണ് അവരുടെ ജീവിതത്തെ നിരാശയിൽ നിന്നും സന്തോഷത്തിലേക്കും, ഒഴിഞ്ഞ അവസ്ഥയിൽ നിന്നും നിറവിലേക്കും, തകർന്ന ജീവിതത്തിൽ നിന്നും സുരക്ഷിതത്വത്തിലേക്കും, പ്രത്യാശയില്ലാത്തടത്തു നിന്നും സമാധാനത്തിലേക്കും സമൃദ്ധിയിലേക്കും നയിച്ചത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. രൂത്തിന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടതായി തീരുവാന് ആ അമ്മായിയമ്മ ഒരു പ്രധാന പങ്ക് വഹിച്ചു കാണും. ആ അമ്മയുടെ സ്നേഹവും ദയയുള്ള ഉപദേശവും തൻ്റെ ദൈവത്തെക്കുറിച്ച് അവൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ പലതും, അതെല്ലാം അവളെ ആ ഇസ്രായേലിൻ്റെ ദൈവത്തോടുള്ള വിശ്വാസം വർദ്ധിപ്പിക്കാനായിട്ട് ഇടയായി തീർന്നു. നാമും ഈ വിധത്തിൽ നമ്മുടെ സർവശക്തനായ ദൈവത്തെ നമ്മുടെ കുടുംബത്തിലും മറ്റുള്ളവരിലും വരച്ചു കാണിക്കുന്നവരായി തീരാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. രൂത്തിന്റെ സ്വഭാവത്തെക്കുറിച്ച് നോക്കുമ്പോൾ അവൾ വളരെ ധൈര്യമുള്ളവളായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവളൊരു മോവാബ്യ സ്ത്രീയായിരുന്നു. ഒരിക്കലും ദൈവസന്നിധിയിൽ 10ാം തലമുറ പോലും പ്രവേശിക്കരുതെന്ന് ദൈവകൽപ്പന ഉള്ളതായിരുന്നു. നമ്മൾ ആവർത്തനം 23:3 നമ്മൾ അങ്ങനെ വായിക്കുന്നു. എന്നാൽ രൂത്ത് ധൈര്യത്തോടെ എടുത്ത തീരുമാനം ഇതായിരുന്നു. അത് നമ്മൾ വായിക്കുന്നത് രൂത്ത് 1:16-17 നമ്മൾ വായിക്കുന്നു. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: നീ പോകുന്നിടത്ത് ഞാനും പോരും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും, നിന്റെ ജനം എൻ്റെ ജനം, നിന്റെ ദൈവം എൻ്റെ ദൈവം, നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ച് അടക്കപ്പെടും. എന്ത് ധൈര്യത്തോടു കൂടിയുള്ള തീരുമാനമല്ലേ! നമുക്കറിയാം, ഈ അമ്മയ്ക്ക് ഓർപ്പ എന്നൊരു മരുമകൾ കൂടി ഉണ്ടായിരുന്നു. അവളും ഈ അമ്മയെ സ്നേഹിച്ചിരുന്നു. എന്നാൽ ഇതുപോലെ ഒരു ഉറച്ച തീരുമാനമെടുക്കാൻ അവൾ ധൈര്യപ്പെട്ടില്ല. നമുക്ക് രൂത്ത് 1:15 കാണുവാനായിട്ട് സാധിക്കും. രൂത്ത് അവളോട് പറ്റി നിന്നു, അഥവാ തൻ്റെ അമ്മായിയമ്മയോട് പറ്റി നിന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. തൻ്റെ അമ്മായിയമ്മയുടെ ദൈവത്തെ, അഥവാ ഇസ്രായേലിൻ്റെ ദൈവത്തെ അവൾ തൻ്റെ ദൈവമായിട്ട് അംഗീകരിപ്പാനായിട്ടിടയായി. നമുക്ക് വചനത്തിൽ വേറൊരു സ്ഥലത്തും ഇതുപോലെ ഒരു സാഹചര്യം കാണുവാനായിട്ട് സാധിക്കും. ഒരു അന്യജാതിക്കാരൻ ഒരു രാജാവിനോട് കൂടെ നിന്ന കാര്യം 2 ശമൂവേൽ 15:21 നമ്മളിങ്ങനെ വായിക്കുന്നു: യഹോവയാണ് യജമാനായ രാജാവാണ്, യജമാനായ രാജാവ് എവിടെയായിരിക്കുന്നുവോ അവിടെ തന്നെ മരണമോ ജീവനോ എന്തു വന്നാലും അടിയനുമിരിക്കും. ഗിത്യനായ ഇത്ഥായി ദാവീദ് രാജാവിനോട് പറഞ്ഞ വാക്കുകളാണ് ഇത്. താൻ പരദേശിയും രാജഭ്രഷ്ടനുമായിരുന്നു. എന്നാൽ ഇസ്രായേലിയുടെ ഹൃദയം ദാവീദ് രാജാവിൻ്റെ മകനായ അബ്ശാലോമിനോട് യോജിച്ചുപോയി എന്നറിഞ്ഞ ദാവീദ് രാജാവ് രാജകൊട്ടാരം വിട്ട് ഓടിപ്പോകുന്നതാണ് സന്ദർഭം. വളരെ ധൈര്യത്തോടെ രാജാവിൻ്റെ കൂടെ നിന്ന ഒരു അന്യജാതിക്കാരൻ. രൂത്തും തൻ്റെ ഭാവി എന്തായിത്തീരുമെന്നൊന്നും ചിന്തിച്ചില്ല. ആ വിധവയായ അമ്മയോടുള്ള സ്നേഹം അവൾക്ക് ആ തീരുമാനമെടുക്കാൻ ധൈര്യം നൽകി എന്ന് കാണുവാനായിട്ട് സാധിക്കും. അതുകൂടാതെ അവളുടെ സ്വഭാവത്തിൽ നമുക്ക് കാണുവാൻ പറ്റുന്ന വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അവളുടെ അചഞ്ചലവും നിസ്വാർത്ഥവുമായ സ്നേഹം. ബോവസ് തന്നെ അവളുടെ സ്നേഹത്തെപ്പറ്റി പറയുന്നത് നമുക്ക് 2-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ കാണുവാനായിട്ട് സാധിക്കും. നിന്റെ ഭർത്താവ് മരിച്ച ശേഷം അമ്മായിയമ്മയ്ക്ക് നീ ചെയ്തിരിക്കുന്നതും നിന്റെ അപ്പനെയും അമ്മയെയും സ്വദേശത്തെയും വിട്ട് മുമ്പേ അറിയാത്ത ജനത്തിൻ്റെ അടുക്കൽ വന്നിരിക്കുന്നതും ഞാൻ കേട്ടിരിക്കുന്നു. എന്തോ ഒരു നല്ല ഒരു അറിവാണ് രൂത്തിനെ കുറിച്ച് ബോവസിനുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ 3:11 വാക്യത്തിൽ വായിക്കുന്നു: നീ ഉത്തമ സ്ത്രീ എന്ന് എൻ്റെ ജനമായ പട്ടണക്കാർക്ക് എല്ലാം അറിയാം. എന്താണ് ഉത്തമ സ്ത്രീ? നല്ല ഗുണമുള്ള ഒരു സ്ത്രീ. അതാണ് ബോവസ് അവളെക്കുറിച്ച്
സാക്ഷ്യം പറഞ്ഞിരിക്കുന്നത്. അതുപോലെ 4:15 നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കും. നിന്നെ സ്നേഹിക്കുന്നവളും 7 പുത്രന്മാരെക്കാൾ നിനക്ക് ഉത്തമയുമായിരിക്കുന്ന നിന്റെ മരുമകൾ. നമുക്കറിയാം, ഒരു വ്യക്തി തന്നെക്കുറിച്ച് സാക്ഷ്യം പറയുന്നു, ഒരു പട്ടണം സാക്ഷ്യം പറയുന്നു, ആ സ്ഥലത്തെ സ്ത്രീകൾ അവളെക്കുറിച്ച് സാക്ഷ്യം പറയുന്നു. പ്രിയ ദൈവമക്കളെ, നമ്മളെക്കുറിച്ച് നമ്മുടെ കുടുംബത്തിലുള്ളവരും മറ്റുള്ളവരും ഇങ്ങനെ പറയുമോ? നമ്മുടെ ജോലി സ്ഥലങ്ങളിൽ, നമ്മുടെ കൂട്ടുകാരുടെ മധ്യത്തിൽ, എവിടെയായിരുന്നാലും എന്താണ് നമ്മുടെ സാക്ഷ്യം? ദൈവസ്നേഹം നമ്മിൽ കൂടി കാണുവാൻ തക്കവണ്ണം ഇടയായി തീരട്ടെ. അതിനായി ദൈവത്തിൻ്റെ കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. രൂത്തിന്റെ വേറെ ചില വിശേഷപ്പെട്ട സ്വഭാവങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അവളുടെ താഴ്മ, ബഹുമാനം എന്നിവയാണ്. ഇസ്രായേലിന്റെ ദൈവത്തെ സ്നേഹിച്ചും ബഹുമാനിച്ചും ഇറങ്ങിത്തിരിച്ച രൂത്ത് തൻ്റെ ജീവിതം വളരെ താഴ്മയും മറ്റുള്ളവർ ബഹുമാനിക്കുന്നതും ആയിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. രൂത്ത് 2:10 നമ്മൾ വായിക്കുന്നു, എന്നാറെ അവൾ സാഷ്ടാംഗം വീണ് അവനോട്, അന്യദേശക്കാരത്തിയായിരിക്കെ നീ എന്നെ വിചാരിപ്പാൻ തക്കവണ്ണം നിനക്ക് എന്നോട് ദയ തോന്നിയല്ലോ. എന്തോ ഒരു കനിവോടുകൂടെ താഴ്മയോടുകൂടിയുള്ള സംസാരമാണ് രൂത്തിൻ്റെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ബോവസിന്റെ മുമ്പിലെ സാഷ്ടാംഗം വീഴുന്ന രൂത്തിനെ നമുക്ക് കാണുവാൻ സാധിക്കും. രൂത്ത് 2:13 വായിക്കുന്നു, അടിയനോട് ദയയായി സംസാരിപ്പാൻ തക്കവണ്ണം എന്നോട് കൃപ തോന്നിയല്ലോ. എന്തോ ഒരു എളിമയാണ് അവളുടെ സംസാരത്തിൽ. രൂത്ത് 3:9 ഞാൻ നിന്റെ ദാസിയായ രൂത്ത്. അവൾക്കറിയാം ബോവസ് തൻ്റെ വീണ്ടെടുപ്പുകാരനാണ്. അത് മനസ്സിലാക്കിയിട്ടും താൻ വളരെ താഴ്മയോടെ പറയുകയാണ്, ഞാൻ നിന്റെ ദാസിയായ രൂത്ത്. തൻ്റെ അമ്മായിയമ്മയെ സ്നേഹിച്ചും കരുതിയും അനുസരിച്ചും അമ്മായിയമ്മയോട് കൂടെ പാർത്തു എന്ന് നമ്മൾ രൂത്തിനെ കുറിച്ച് വായിക്കുന്നു. വളരെ കരുതലോടുകൂടെ, സ്നേഹത്തോടുകൂടെ, താഴ്മയോടുകൂടെ, ബഹുമാനത്തോടുകൂടെ തൻ്റെ അമ്മായിയമ്മയോടുകൂടെ അവൾ പാർക്കുന്നതായിട്ട് നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കും. നാമും മറ്റുള്ളവരെ ബഹുമാനിക്കുന്നതിൽ വളരെ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. ദൈവവചനത്തിലെ ലേവ്യ പുസ്തകം 19:32 നാം ഇങ്ങനെ വായിക്കുന്നു, ദൈവം അരുളി ചെയ്യുന്നത് ഇങ്ങനെയാണ്, നരച്ചവന്റെ മുൻപാകെ എഴുന്നേൽക്കുകയും വൃദ്ധന്റെ മുഖം ബഹുമാനിക്കുകയും നിന്റെ ദൈവത്തെ ഭയപ്പെടുകയും വേണം. അതുമാത്രമല്ല, എഫേസ്യർ 6:2 നമ്മളിങ്ങനെ വായിക്കുന്നു, നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സോടിരിപ്പാനും നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക. ഈ വചനങ്ങളെല്ലാം അനുസരിപ്പാൻ നാം കടപ്പെട്ടവരാണ്. പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളെ ഈ വചനാടിസ്ഥാനത്തിൽ നാം വളർത്തിക്കൊണ്ടുവരേണ്ടവരാണ്. ചെറുപ്രായത്തിൽ തന്നെ ഈ വചനങ്ങൾ അവരെ പഠിപ്പിക്കണം. മാതാപിതാക്കളും അവരുടെ മുൻപാകെ നല്ല മാതൃക കാണിച്ചു കൊടുക്കുന്നവരായി തീരണം. രൂത്തിന്റെ ജീവിതം പഠിക്കുമ്പോൾ അവളുടെ ജീവിതത്തിൽ അവൾ അമ്മായിയമ്മയെ കരുതുന്ന ഒരു രൂത്ത് ആയിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. രൂത്ത് 2:7 നമ്മളിങ്ങനെ വായിക്കുന്നു, ഒട്ടും മിനക്കെടാതെ തനിക്ക് മാതാവിനും വേണ്ടി നന്നായി അധ്വാനിക്കുന്ന ഒരു രൂത്തിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. തൻ്റെ അമ്മായിയമ്മ പ്രായമുള്ള ഒരു സ്ത്രീയായിരുന്നു. ആ അമ്മായിയമ്മയെ കരുതേണ്ടത് താനാണെന്നുള്ള വലിയ ബോധ്യം തനിക്കുണ്ടായിരുന്നു. അതുപോലെ താൻ പിറക്കിയതെല്ലാം അമ്മായിയമ്മയ്ക്ക് കൊണ്ടുപോയി കൊടുക്കുന്ന രൂത്തിനെ കാണുവാനായിട്ട് സാധിക്കും. തനിക്ക് ഭക്ഷിപ്പാൻ ലഭിച്ചതിൻ്റെ ഒരു വീതവും താൻ അമ്മായിയമ്മയ്ക്ക് കൊണ്ടുപോയി കൊടുക്കുന്നു. അതുപോലെ നല്ല അനുസരണമുള്ള ഒരു മകളായിരുന്നു രൂത്ത് എന്ന് കാണുവാൻ സാധിക്കും. തൻ്റെ അമ്മായിയമ്മ പറഞ്ഞത് അതുപോലെ പ്രവർത്തിക്കുന്ന രൂത്തിനെ കാണുവാൻ കഴിയും. രൂത്ത് 2:22 നമ്മൾ വായിക്കുന്നു, വേറെ വയലിൽ ആരും നിന്നെ ഉപദ്രവിക്കാതിരിക്കേണ്ടതിന് ബോവസിന്റെ ബാല്യക്കാരത്തിലൂടെ തന്നെ പോകുന്നത് നന്ന് എന്ന് പറഞ്ഞു. അമ്മായിയമ്മ തൻ്റെ മകൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, നീ വേറെ എവിടെയും പോകണ്ട, നീ ആ ബോവസിന്റെ വയലിൽ തന്നെ ആ ബാല്യക്കാരത്തിലൂടെ തന്നെ ആയിരിക്കണം. അവൾ അതുപോലെ അനുസരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ രൂത്ത് 3:5 നമ്മൾ വായിക്കുന്നു, അതിന് അവൾ, നീ പറയുന്നതൊക്കെയും ഞാൻ ചെയ്യാം. തൻ്റെ അമ്മായിയമ്മയോട് പറയുകയാണ്, നീ പറയുന്നത് പോലെയൊക്കെയും ഞാൻ ചെയ്യാം. എന്തോ ഒരു നല്ല അനുസരണമുള്ള ഒരു മകളായിരുന്നു രൂത്ത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇതിൻ്റെ സാഹചര്യങ്ങളൊക്കെ നമുക്ക് 3-ാം അധ്യായത്തിൽ കാണുവാനായിട്ട് സാധിക്കും. രൂത്ത് വളരെ ദൈവഭയവും വിശ്വാസവും വിശ്വസ്തതയും ഉള്ളവളായിരുന്നു. അതിനാൽ അന്യാധികാരിയായ അവളെ ദൈവം അനുഗ്രഹിച്ചു. അർഹിക്കാത്ത സ്ഥാനം അവൾക്ക് ലഭിച്ചു. അവൾ ബോവസിന്റെ ഭാര്യയായി തീർന്നു. കർത്താവിൻ്റെ വംശാവലിയിൽ അവൾക്ക് സ്ഥാനം ലഭിച്ചു. നമ്മെയും ദൈവം തിരഞ്ഞെടുത്തതിന് വലിയ ഒരു ഉദ്ദേശമുണ്ട്. അതെന്താണെന്ന് നാം മനസ്സിലാക്കണം. സ്വഭാവത്തിൽ നാം ക്രിസ്തുവിനോട് അനുരൂപപ്പെടണം. 2 പത്രോസ് 1:4 വായിക്കുന്നു, ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരാനാണ് ദൈവം നമ്മെ തിരഞ്ഞെടുത്തത്.
പ്രതികൂലങ്ങളെ അതിജീവിച്ച് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം ദൈവം രൂത്തിന് നൽകി. സദൃശവാക്യം 31:30 ലാവണ്യം വ്യാജവും സൗന്ദര്യം വ്യർത്ഥവുമാകുന്നു, യഹോഭക്തിയുള്ള സ്ത്രീ പ്രശംസിക്കപ്പെടും. ആമേൻ. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.